ഗൈസ്, നമ്മുടെ നറൂട്ടോ സീരീസ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ചില ക്യാരക്ടേഴ്സ് ഉണ്ട്, ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് അവർ മരിച്ചു പോകുന്നത്. എക്സാമ്പിൾ ജിറായ, മിനാട്ടോ ഇവരൊക്കെ നമുക്ക് പറയാം. എന്നാൽ നിങ്ങൾ എപ്പോഴെങ്കിലും ഇത് ചിന്തിച്ചിട്ടുണ്ടോ? ഈ ഒരു മരിച്ചുപോയ ക്യാരക്ടേഴ്സ് ഒക്കെ ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ നറൂട്ടോ സ്റ്റോറി എങ്ങനെയാകുമായിരുന്നു? ഇങ്ങനെ ചിന്തിക്കാത്തതായിട്ട് ആരും തന്നെ ഉണ്ടായില്ല എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മുടെ ഇറ്റാച്ചി മരിക്കാതിരുന്നാൽ എന്തൊക്കെ കാര്യങ്ങൾ സംഭവിക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വീഡിയോ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. എപ്പോഴും പറയുന്നത് പോലെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ ഹൈപ്പും ലൈക്കും ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. അപ്പോൾ ഒട്ടും സമയം കളയാതെ ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, ഇവിടെ ആദ്യം തന്നെ ഇറ്റാച്ചി നമ്മുടെ നറൂട്ടോയെ എടുക്കാൻ വേണ്ടി വരുന്നതും അതിനിടയിൽ പെട്ടെന്ന് സാസ്കെ വരികയും ഇറ്റാച്ചി സാസ്കെ അടിച്ചു പറപ്പിക്കുകയും പെട്ടെന്ന് തന്നെ ജിറായ വന്ന് ഇറ്റാച്ചി കിസാമയൊക്കെ അടിച്ചു ഓടിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതല്ലേ. അതിലൊന്നും വലിയ മാറ്റമൊന്നുമില്ല. പിന്നീട് സീരീസിൽ എന്താണോ സംഭവിച്ചത് അത് തന്നെ ഇങ്ങനെ കണ്ടിന്യൂ ആയി പോകുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അവസാനം ഇറ്റാച്ചി വാസ സാസ്കെ എന്ന ഫൈറ്റിലേക്ക് പോകുന്നു. ഇവിടെ നമ്മുടെ സാസ്കെ ഇറ്റാച്ചിയുടെ ആ ഒരു സ്ഥലം മനസ്സിലാക്കി അവരുടെ അടുത്ത് എത്തുന്നു. അങ്ങനെ ഇറ്റാച്ചി വാസ സാസ്കെ എന്ന ഫൈറ്റും സ്റ്റാർട്ട് ചെയ്യുന്നു. ഇവിടെ ഇറ്റാച്ചിയുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് സാസ്കെയുടെ ബോഡിയിൽ നിന്നും ആ ഒരു ഒറോച്ചിമാറുവിന്റെ കേസ് മാർക്ക് കളയണം. അതുകൂടാതെ താൻ ചെയ്ത കാര്യങ്ങൾക്ക്, അതായത് ഇറ്റാച്ചി ഉച്ചിഹ വംശത്തെ ഇല്ലാതാക്കിയതും സാസ്കയെ ഒറ്റപ്പെടുത്തിയതും പാരന്റ്സ് ഇല്ലാതെ സാസ്കെ ഇങ്ങനെ ഒറ്റയ്ക്ക് വളർന്നതും എല്ലാത്തിന്റെയും കാരണം താനാണ്. അതുകൊണ്ട് അതിന്റെ ഒരു കുറ്റബോധം തന്റെ ഉള്ളിൽ എപ്പോഴും ഇറ്റാച്ചിക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇറ്റാച്ചി ഏറ്റവും അധികം ആഗ്രഹിച്ചത് തന്റെ ബ്രദറിന്റെ കയ്യിൽ നിന്ന് തന്നെ ഞാൻ മരിക്കണം എന്നാണ്. പിന്നെ അതുപോലെ ഇവിടെ ഇറ്റാച്ചിക്ക് മറ്റ് ഹെൽത്ത് പ്രോബ്ലവും കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, അങ്ങനെ ഇവരുടെ ഫൈറ്റ് കണ്ടിന്യൂ ആകുന്നു. നല്ല അടിപൊളിയായി ഇന്റൻസ് ലെവലിലാണ് ഇവരുടെ ഫൈറ്റ് പോകുന്നത്. ഇങ്ങനെ ഫൈറ്റ് ചെയ്യുന്നതിനിടയിലാണ് സാസ്കെക്ക് ഒരു ഡൗട്ട് വരുന്നത്. കാരണം എങ്ങനെ ചാക്ര കൺട്രോൾ ചെയ്ത് ഫൈറ്റ് ചെയ്യണമെന്ന് ഇറ്റാച്ചിക്ക് നല്ലതുപോലെ അറിയാം. എന്നാൽ ഇവിടെ ഇറ്റാച്ചി ആണെങ്കിൽ എടുത്തു ചാടിയാണ് സാസ്കെക്ക് നേരെ ഫൈറ്റ് ചെയ്യുന്നത്. ഇറ്റാച്ചിയുടെ ചാക്രയും ഇവിടെ പതിയെ ഡ്രെയിൻ ആകുന്നുമുണ്ട്. ഇത് തന്നെ കണ്ടപ്പോൾ നമ്മുടെ സാസ്കെക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ആകുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെയും ഫൈറ്റ് കണ്ടിന്യൂ ആകുന്നു. ഫൈറ്റിന്റെ ഒരു ഘട്ടത്തിൽ സാസ്കെയുടെ ആ ഒരു കേഴ്സ് മാർക്ക് ബ്രേക്ക് ചെയ്ത് നമ്മുടെ ഒറോച്ചിമാർ പുറത്തു വരുന്നു. ഈ സമയം ആകുമ്പോഴേക്കും നമ്മുടെ ഇറ്റാച്ചി കുറച്ച് വീക്ക് ആയിട്ടാണ് ഉള്ളത്. അങ്ങനെ നമ്മുടെ ഒറോച്ചിമാറുവിനെ കാണുന്ന ഇറ്റാച്ചി പറയും, ഫൈനലി നീ പുറത്തു വന്നല്ലേ. എന്നാൽ ഇത് കേൾക്കുന്ന സാസുകെക്ക് പിന്നെയും കൺഫ്യൂഷൻ ആകും. അപ്പോൾ ഇത്രയും സമയം ഒറോച്ചിമാറുവിനെ പുറത്തു കൊണ്ടുവരാനാണോ നമ്മുടെ ഇറ്റാച്ചി എന്റെ കൂടെ ഫൈറ്റ് ചെയ്തത് എന്ന് പിന്നെയും നമ്മുടെ സാസുകെ ഒന്ന് ചിന്തിക്കാൻ വേണ്ടി തുടങ്ങും. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മുടെ ഇറ്റാച്ചി സാസുകയെ വിട്ട് ഒറോച്ചിമാറുവിന്റെ കൂടെ ഫൈറ്റ് കണ്ടിന്യൂ ചെയ്യും. അപ്പോഴാണ് സാസുകെക്ക് പെട്ടെന്നൊരു സംഭവം സ്ട്രൈക്ക് ആകുന്നത്. ഫൈറ്റിന്റെ തുടക്കത്തിൽ പല തവണയായി ഇറ്റാച്ചിക്ക് എന്നെ കൊല്ലാനുള്ള ഒരു സിറ്റുവേഷൻ കിട്ടിയിരുന്നു. എന്നിട്ട് പോലും അവൻ അത് ചെയ്തില്ല. അങ്ങനെ ഒന്നും മനസ്സിലാകാതെ പ്രാന്ത് പിടിച്ച നമ്മുടെ സാസുകെ ആണെങ്കിൽ പേപ്പർ ബോംബ്സ് ഒക്കെ എടുത്ത് ഇറ്റാച്ചിയുടെ നേരെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നു. അപ്പോൾ തന്നെ നമ്മുടെ ഇറ്റാച്ചി, അതായത് സുസാനോ, ആ ഒരു യാട്ടാ മിറർ വെച്ച് തടയുന്നു. കാരണം ഓൾറെഡി ഇറ്റാച്ചി ഒറോച്ചിമാറുവിന്റെ കൂടെ ഫൈറ്റ് ചെയ്യുകയാണ്. അങ്ങനെ ഒരു ഭാഗത്ത് നിന്ന് നമ്മുടെ സാസുകെ ഇറ്റാച്ചിയുടെ നേരെ ഫൈറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ഇറ്റാച്ചി തന്റെ സുസാനോ വെച്ച് അതൊക്കെ ബ്ലോക്ക് ചെയ്യുകയാണ്. എന്നാൽ ഇവിടെ ഇറ്റാച്ചി സീരിയസ് ആയിട്ട് ഫൈറ്റ് ചെയ്യുന്നത് നമ്മുടെ ഒറോച്ചിമാറുവിന്റെ കൂടെയാണ്. ഒറോച്ചിമാറുവിനെ എങ്ങനെയെങ്കിലും തീർക്കാൻ വേണ്ടിയാണ് നമ്മുടെ ഇറ്റാച്ചി ഇവിടെ കോൺസെൻട്രേഷൻ ചെയ്യുന്നത്. അങ്ങനെ ഇതൊക്കെ കണ്ട് സഹികെട്ട് നമ്മുടെ സാസുകെ ചോദിക്കും, നീ എന്തിനാണ് ഒറോച്ചിമാറുവിന്റെ കൂടെ ഫൈറ്റ് ചെയ്യുന്നത്? അവൻ എന്തിനാണ് കൊല്ലാൻ ശ്രമിക്കുന്നത്? നീ എന്നെ കൊല്ലാൻ വേണ്ടിയല്ല ഇത്രയും നാളും കാത്തിരുന്നത്. അങ്ങനെ ഇത് കേൾക്കുന്ന നമ്മുടെ ഇറ്റാച്ചി ആണെങ്കിൽ ആ ഒരു ഷെറിങ്കൻ വെച്ച് സാസ്കയുടെ നേരെ ഒരു നോട്ടമുണ്ട്. ആദ്യം ഒറോച്ചിമാറും, നെക്സ്റ്റ് നീയാണെന്ന് പറയുന്നു. അതായത് നമ്മുടെ സാസ്കയുടെ ആ ഒരു വെറുപ്പും ദേഷ്യമൊക്കെ കൂട്ടാൻ വേണ്ടിയാണ് ഇറ്റാച്ചി ഇങ്ങനെ സാസ്കയോട് പറഞ്ഞത്. എന്നാൽ സാസ്കെ ഇത് കേട്ടിട്ട് പോലും ഇറ്റാച്ചി ഇത് സീരിയസ് ആയിട്ട് പറഞ്ഞ രീതിയിലൊന്നും തനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ തന്നെ സാസ്കയ്ക്ക് താൻ തെറ്റായിട്ട് എന്തോ ചെയ്യുന്നുണ്ട് എന്ന രീതിയിൽ തന്റെ മനസ്സിൽ ഓരോന്നായിട്ട് വരാൻ വേണ്ടി തുടങ്ങും. അങ്ങനെ നമ്മുടെ സാസ്കെ പറയും, കള്ളം പറഞ്ഞത് മതി ഇറ്റാച്ചി, നീ എന്തിനാണ് ഒറോച്ചിമാറുവിന്റെ കയ്യിൽ നിന്നും നീ എന്നെ രക്ഷപ്പെടുത്തുന്നത് എന്ന് ദേഷ്യത്തിൽ അലറിക്കൊണ്ട് നമ്മുടെ സാസ്കെ ചോദിക്കും. അങ്ങനെ ഇത് കേട്ട് നമ്മുടെ ഒറോച്ചിമാറു ആണെങ്കിൽ ഈവിൾ ആയിട്ട് ചിരിച്ചിട്ട് പറയും, കാരണം ഇറ്റാച്ചി നിന്റെ ബ്രദർ ആണ്. അങ്ങനെ ഇത് കേട്ട സാസ്കെക്ക് ഒന്നും മനസ്സിലാകാതെ ഷോക്കായി നിൽക്കാൻ വേണ്ടി തുടങ്ങും. ഓക്കെ, ഇവിടെ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാകാം, ഇവിടെയുള്ള ഒറോച്ചിമാറുവിന് നമ്മുടെ ഇറ്റാച്ചിയുടെ കാര്യങ്ങളൊക്കെ അറിയാം എന്ന രീതിയിൽ നിങ്ങൾ വിചാരിക്കുക. ഓക്കെ, അങ്ങനെ ഇത് കേട്ട നമ്മുടെ ഇറ്റാച്ചി ആണെങ്കിൽ ഒറോച്ചിമാറുവിനോട് പറയും, നീ ഇതിൽ ഇടപെടേണ്ട കാര്യമില്ല ഒറോച്ചിമാറു. എന്നാൽ ഒറോച്ചിമാറു ഇറ്റാച്ചി പറയുന്നതൊന്നും കേൾക്കാതെ ഇറ്റാച്ചിയുടെ ആ ഒരു ഫ്ലാഷ് ബാക്ക് സാസ്കയോട് ഓരോന്നായിട്ട് അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി തുടങ്ങും. ഇറ്റാച്ചി ലീഫ് വില്ലേജിനെ പ്രൊട്ടക്ട് ചെയ്യാനാണ് തന്റെ ഉച്ചിഹ ക്ലാനെ ഇല്ലാതാക്കിയതെന്നും അത് കഴിഞ്ഞ് നിന്നെയും വില്ലേജിനെയും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ് താൻ അക്കാട്സുക്കി ഗ്രൂപ്പിൽ ചേർന്നതെന്നും അവസാനം നിന്റെ കൈകൊണ്ട് മരിക്കാൻ വേണ്ടിയാണ് ഇറ്റാച്ചി ഇത്രയും നാളും കാത്തിരുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒറോച്ചിമാറു ഓരോന്നോരോന്നായിട്ട് സാസ്കയ്ക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി തുടങ്ങും. അങ്ങനെ ഇതൊക്കെ കേട്ടപ്പോൾ ഫൈനലി നമ്മുടെ സാസ്കയ്ക്കും മനസ്സിലാകുന്നു ഇറ്റാച്ചി തന്നെ കൊല്ലാനല്ല ശ്രമിച്ചത്, പ്രൊട്ടക്ട് ചെയ്യാനാണെന്ന്. അതുകൂടാതെ ഇറ്റാച്ചി അനുഭവിച്ച കാര്യങ്ങളൊക്കെ
ഓർത്ത് താൻ മുഴുവനായും ഇമോഷണലായി തകർന്ന രീതിയിലാണ് സാസ്കെ ഇവിടെ നിൽക്കുന്നത്. ഈ സമയം നമ്മുടെ ഒറോച്ചിമാറു ആണെങ്കിൽ വില്ലേജിന് വേണ്ടി നിന്റെ ലൈഫ് നീ സാക്രിഫൈസ് ചെയ്തല്ലോ എന്ന രീതിയിൽ പരിഹസിച്ച് ഇറ്റാച്ചിയോട് പറയാൻ വേണ്ടി തുടങ്ങും. കൂടാതെ പിന്നെയും ഒറോച്ചിമാറു പറയും, സാസ്കയുടെ മുന്നിൽ നീ വില്ലനായി വന്നു, അവന്റെ കൈകൊണ്ട് മരിക്കാനല്ലേ നീ പ്ലാൻ ചെയ്തത്, എന്നാൽ അതൊക്കെ ഇപ്പോൾ പൊളിഞ്ഞില്ലേ. അങ്ങനെ ഇത് കേട്ട് നമ്മുടെ ഇറ്റാച്ചി ദേഷ്യപ്പെട്ട് ഫൈറ്റ് ചെയ്യാൻ നിൽക്കുമ്പോൾ തന്നെ ആ സ്പോട്ടിൽ ഒറോച്ചിമാറുവിന്റെ മേൽ ഒരു അമത്തറസവും വീഴുന്നു. ഇത് ആരുടെ അമത്തറസു എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സാസുകെ ഉച്ചിഹയുടെ. അതായത് ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റാച്ചിയുടെ, അതായത് തന്റെ ബ്രദറിന്റെ ആ ഒരു സ്റ്റോറിയൊക്കെ കേട്ട് ഇമോഷണലായി സാസ്കയുടെ മാഗിക്ക് ഷെറിങ്ങൻ അവേക്കൺ ചെയ്തു. ഇവിടെ എന്തായാലും നിങ്ങൾക്ക് മറ്റൊരു ഡൗട്ടും ഉണ്ടാകും. ഇറ്റാച്ചി മരിക്കുന്നതിന് മുൻപ് സാസ്കയ്ക്ക് തന്റെ വിഷ്വൽ പവർ കൊടുത്തതുകൊണ്ടാണ് സാസ്കയ്ക്ക് ഇവിടെ അമത്തറസു കിട്ടിയത്. എന്നാൽ ഇവിടെ സാസ്കെ തന്നെ ആ ഒരു മങ്കിക്ക് ഷെറിങ്ങൻ അവേക്കൺ ചെയ്തതുകൊണ്ട് ഏത് പവർ കിട്ടുമെന്ന് സത്യം പറഞ്ഞാൽ ആർക്കും അറിയില്ല. എന്നാൽ തൽക്കാലം ഇവിടെ ഇറ്റാച്ചിയെ പോലെ തന്നെ സാസ്കയ്ക്കും അമത്തറസു ആണെന്ന് നിങ്ങൾ കരുതുക. ഓക്കെ, അങ്ങനെ ഇറ്റാച്ചിയുടെ സ്റ്റോറി മുഴുവനായും മനസ്സിലായ നമ്മുടെ സാസ്കെ ആണെങ്കിൽ ഇറ്റാച്ചിയുടെ കൂടെ ചേർന്ന് ഒറോച്ചിമാറുവിന്റെ കൂടെ ഫൈറ്റ് ചെയ്യുന്നു. ഇവിടെ ഫസ്റ്റ് ടൈം ആണ് ഇറ്റാച്ചിയും സാസ്കയും ഒരുമിച്ച് ഒറോച്ചിമാറുവിന്റെ കൂടെ ഫൈറ്റ് ചെയ്യുന്നത്. അങ്ങനെ അവസാനം ഒറോച്ചിമാറുവിനെ ഡിഫീറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് ഇറ്റാച്ചി ഡയറക്റ്റ് സാസുകയോട് തന്നെ പറയും, ഇതിൽ കൂടുതൽ ഒന്നും എനിക്ക് മറച്ചു വെക്കാനായിട്ടില്ല, ഞാൻ ചെയ്ത തെറ്റിനൊക്കെ നീ എന്നെ കൊല്ലണമെന്നും പറയുന്നു. ഇത് കേട്ടപ്പോൾ തന്നെ നമ്മുടെ സാസുകെ പറയും, ഇറ്റാച്ചി നീ ഇങ്ങനെ മണ്ടത്തരം വിളിച്ചു പറയാതെ, ഇതൊന്നും നിന്റെ തെറ്റല്ല, ഇതൊക്കെ നിന്നെ കൊണ്ട് ലീഫ് വില്ലേജ് ചെയ്യിപ്പിച്ചതാണ്. ഈ ഒരു കാര്യത്തിന് ഞാൻ എന്തായാലും ലീഫ് വില്ലേജിനെ പകരം വീട്ടും എന്ന രീതിയിൽ സാസുകെ പറയുന്നു. അപ്പോൾ തന്നെ നമ്മുടെ ഇറ്റാച്ചി സാസുകെ എപ്പോഴും ചെയ്യുന്നത് പോലെ തലയിൽ ഒരു തട്ട് കൊടുത്ത് നീ ചിന്തിക്കുന്ന രീതി തെറ്റാണ് എന്ന് പറഞ്ഞ് സാസുകെ പറഞ്ഞ് മനസ്സിലാക്കുന്നു. സാസുകയും പഴയതുപോലെ നല്ലൊരു ക്യാരക്ടറായിട്ട് മാറുകയും ചെയ്യും. അത് കഴിഞ്ഞ് നമ്മുടെ സാസുകയും ഇറ്റാച്ചി ഫൈനലി അക്കാട്സുക്കി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നു. കാരണം ഇവർക്ക് എന്തായാലും ഇപ്പോൾ വില്ലേജിലേക്ക് പോകാൻ കഴിയില്ല. അക്കാട്സുക്കി ഗ്രൂപ്പിൽ ചേർന്ന് വില്ലേജിനെ പ്രൊട്ടക്ട് ചെയ്യണം, അത് മാത്രമാണ് ഇപ്പോൾ ഇവരുടെ ലക്ഷ്യം. ഇവിടെ ഇറ്റാച്ചി ആണെങ്കിൽ അക്കാട്സുക്കി മെമ്പേഴ്സിന്റെ അടുത്ത് പോയി അവരോടൊക്കെ സംസാരിച്ച് കൺവിൻസ് ചെയ്യിപ്പിച്ച് സാസുകയെ അക്കാട്സുക്കി ഗ്രൂപ്പിൽ ഒരു മെമ്പർ ആക്കുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ നറൂട്ടോ ഷിപ്പുഡനിൽ നടക്കുന്ന പോലെ തന്നെ നമ്മുടെ പെയിൻ നറൂട്ടോയെ പിടിക്കാൻ വേണ്ടി, അതായത് നൈൻറ്റെയിലിനെ പിടിക്കാൻ വേണ്ടി ലീഫ് വില്ലേജിലേക്ക് ഡയറക്റ്റ് പോകാൻ തന്നെ തീരുമാനിക്കുന്നു. അങ്ങനെ ഇത് മനസ്സിലാക്കുന്ന ഇറ്റാച്ചി ആണെങ്കിൽ ഞാൻ നിങ്ങളുടെ കൂടെ വരാമെന്ന് പറഞ്ഞ് ഇറ്റാച്ചിയും കൂടെ പോകുന്നു. അതിന് പെയിൻ സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. പെയിൻ ഇതിന് സമ്മതിക്കാൻ കാരണം ഈ ഒരു അക്കാട്സുക്കി ഗ്രൂപ്പിൽ ലീഫ് വില്ലേജിനെ കുറിച്ച് കൂടുതലായും അറിയുന്ന ഒരേ ഒരാൾ നമ്മുടെ ഇറ്റാച്ചിയാണ്. അങ്ങനെ അതിനുശേഷം നമ്മുടെ സീരീസിൽ നടന്നതുപോലെ തന്നെ നമ്മുടെ 6 പെയിനും ലീഫ് വില്ലേജിലേക്ക് കടക്കുന്നു. നറൂട്ടോയെ തപ്പി നടക്കാനും വേണ്ടി തുടങ്ങുന്നു. ഇതേ സമയം നമ്മുടെ ഇറ്റാച്ചിയും വില്ലേജിനകത്ത് കയറിയിട്ടുണ്ടാകും. ഇറ്റാച്ചിയും നറൂട്ടോയെ അന്വേഷിച്ച് നടക്കാൻ വേണ്ടി തുടങ്ങും. കാരണം നറൂട്ടോയെ പിടിക്കാൻ വേണ്ടിയല്ല, നറൂട്ടോയെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ്. എന്നാൽ ഇറ്റാച്ചി ആയിക്കോട്ടെ 6 പെയിൻ ആയിക്കോട്ടെ ഇവരെങ്ങനെ തപ്പിയിട്ടും നമ്മുടെ നറൂട്ടോയെ കാണില്ല. കാരണം നമ്മുടെ നറൂട്ടോ ആണെങ്കിൽ മൗണ്ട് ബിയോബോക്കുവിൽ സേജ് മോഡിന് വേണ്ടി ട്രെയിനിങ് ചെയ്യുകയാണ്. അങ്ങനെ എത്ര പരിശ്രമിച്ചിട്ടും നമ്മുടെ പെയിന് നറൂട്ടോയെ കണ്ടുപിടിക്കാൻ കഴിയാത്തത് കൊണ്ട് പെയിൻ ഈ ഒരു വില്ലേജ് തന്നെ ഡിസ്ട്രോയ് ചെയ്യാമെന്ന് പ്ലാൻ ചെയ്യുന്നു. ഇത് കേട്ടയുടൻ തന്നെ നമ്മുടെ ഇറ്റാച്ചി ആണെങ്കിൽ അത് തടയാൻ വേണ്ടി ശ്രമിക്കും. ഇറ്റാച്ചി പറയും, നറൂട്ടോ ഇപ്പോൾ ഇവിടെ ഇല്ലല്ലോ, പിന്നെ എന്തിനാണ് ഈ ഒരു വില്ലേജ് ഡിസ്ട്രോയ് ചെയ്യുന്നത് എന്ന് ചോദിക്കും. എന്നാൽ ഇവിടെ പെയിൻ പറയും, ഈ വില്ലേജ് ഡിസ്ട്രോയ് ചെയ്ത് കഴിഞ്ഞാൽ അവൻ എന്തായാലും ഇവിടെ എത്തും. എന്നാൽ ഇറ്റാച്ചി ആണെങ്കിൽ ഇത് സമ്മതിക്കാനും തയ്യാറാകില്ല. ഈ സമയം പെട്ടെന്ന് തന്നെ നമ്മുടെ പെയിൻ പറയും, ഇറ്റാച്ചി റീസെന്റ് ആയിട്ട് നിന്റെ മുകളിൽ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, അതിപ്പോൾ കൺഫേം ആയി. നീ ഈ ഒരു ലീഫ് വില്ലേജിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ് അക്കാട്സുക്കി ഗ്രൂപ്പിൽ ചേർന്നത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം നൈൻറ്റെയിലിനെ എടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഒരു മിഷൻ തന്നപ്പോൾ അത് ഫെയിലർ ആയി പോവുകയും ചെയ്തത്. അത് നീ യഥാർത്ഥത്തിൽ ഫെയിലർ ആക്കിയതാണ് ഇറ്റാച്ചി, തുടങ്ങിയ കാര്യങ്ങളൊക്കെ പെയിൻ ഇറ്റാച്ചിയോട് തന്നെ പറയുന്നു. ഇനിയിപ്പോൾ പറയണ്ടല്ലോ, ഇറ്റാച്ചി വാസസ് പെയിൻ എന്ന ഫൈറ്റ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നു. അങ്ങനെ ഇവരുടെ ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ആ ഒരു ടൈമിലാണ് പെട്ടെന്ന് തന്നെ കക്കാഷി അവിടെ എത്തുന്നു. കക്കാഷി ഇവിടെ എത്തിയപ്പോൾ തന്നെ ഇവർക്കിടയിൽ ഫൈറ്റ് നടക്കുന്നത് കണ്ട് നമ്മുടെ പെയിന്റെ കണ്ണിലുള്ള ആ ഒരു റെനിഗൺ കക്കാഷി നോട്ട് ചെയ്യും. അതായത് നമ്മുടെ ജിറായ സെൻസെ കക്കാഷിയോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് റെനിഗണെ കുറിച്ചും അതുപോലെ പെയിനിനെ കുറിച്ചും. അതുകൊണ്ട് തന്നെ നമ്മുടെ കക്കാഷി ആദ്യം തന്നെ പെയിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നു. ഈ സമയം ഇറ്റാച്ചിയും പെയിനിന്റെ കൂടെ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ഈ സമയമാണ് നമ്മുടെ കക്കാഷി ഇറ്റാച്ചിയോട് ചോദിക്കുന്നത്, നീ എന്തിനാണ് പെയിന്റെ കൂടെ ഫൈറ്റ് ചെയ്യുന്നതെന്ന് ചോദിക്കും. എന്നാൽ ഇറ്റാച്ചി അതിന് ഉത്തരം പറയാതെ, ഇപ്പോൾ നമ്മൾ ജീവനോടെ ഇരിക്കണമെങ്കിൽ പെയിനിന്റെ കൂടെ ഫൈറ്റ് ചെയ്യുന്നതിൽ കോൺസെൻട്രേഷൻ ചെയ്യണമെന്ന് പറയുന്നു. ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് മറ്റൊരു സംശയം ഉണ്ടാകാം, ലീഫ് വില്ലേജിൽ ഇത്രയധികം പ്രശ്നങ്ങൾ നടക്കുമ്പോൾ നമ്മുടെ സാസുകെ എവിടെ പോയി എന്ന്. സാസുകെ അക്കാട്സുക്കിയുടെ മറ്റൊരു മിഷനിലാണെന്ന് നിങ്ങൾ ഒന്ന് കരുതിക്കോ. ഓക്കെ, അങ്ങനെ കക്കാഷിയും ഇറ്റാച്ചിയും ചേർന്ന് പെയിന്റെ കൂടെയുള്ള ഫൈറ്റ് കണ്ടിന്യൂ ചെയ്യുകയാണ്. കക്കാഷിയും ഇറ്റാച്ചിയും വെച്ച് നോക്കുമ്പോൾ ഇവരെക്കാൾ ഒരുപടി മുൻപിലുള്ളത് നമ്മുടെ പെയിൻ തന്നെയാണ്. ഇവിടെ പെയിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നമ്മുടെ ഇറ്റാച്ചി ആണെങ്കിൽ പലതവണയായിട്ട് സൂസാനോ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കക്കാഷിയും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഇറ്റാച്ചി പലതവണയായിട്ട് സൂസാനോ കണ്ടിന്യൂ ആയി യൂസ് ചെയ്യുന്നു. ഇറ്റാച്ചി ഇങ്ങനെ കുറെ നേരം സൂസാനോ യൂസ് ചെയ്തതുകൊണ്ട് തന്നെ തന്റെ ചാക്രയും ഡ്രെയിൻ ആകാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ ഈ സമയമാണ് നമ്മുടെ പെയിൻ ആ ഒരു തറയിലുള്ള ആണിയെടുത്ത് ഇറ്റാച്ചിയെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്നു. അപ്പോൾ തന്നെ നമ്മുടെ കക്കാച്ചി ആണെങ്കിൽ കാമോയി വെച്ച് ആ ഒരു ആണി ടെലിപ്പോർട്ട് ചെയ്തു കക്കാഷിക്ക് നേരെ തന്നെ കൊണ്ട് ഇവിടെ കക്കാഷി മരിക്കുന്നു. പിന്നെ ആ സീരീസിൽ കാണിച്ചതുപോലെ തന്നെ ആ ഒരു കക്കാഷി ലിംബോ വേൾഡിലേക്ക് പോവുകയും തന്റെ ഫാദർ ആയിട്ടുള്ള സാക്കുമോയെ കാണിക്കുന്നതും തുടങ്ങിയ കാര്യങ്ങളൊക്കെ. അങ്ങനെ ഇത് കഴിഞ്ഞ് പെയിൻ
പെയിൻ ആണെങ്കിൽ ഒട്ടും സമയം കളയാതെ വില്ലേജിന്റെ ഏറ്റവും മുകളിൽ പോയി ഓൾ മൈറ്റി പുഷ് വെച്ച് ലീഫ് വില്ലേജ് ടോട്ടലായി ഡിസ്ട്രോയ് ചെയ്യുന്നു. പിന്നീട് സീരീസിൽ എന്താണ് സംഭവിച്ചത്? നമ്മുടെ സാക്കുറ അലറുകയും നമ്മുടെ സേജ് മോഡിൽ മാറിയ നറൂട്ടോ ലീഫ് വില്ലേജിൽ എത്തുകയും ചെയ്യുന്നു. കൂടാതെ ആ ഒരു ലേഡി കാർഡ്സൂയു ഇല്ലേ, സുനാഡയുടെ ആ ഒരു സമണിങ് ആനിമൽ, ആ ഒരു കാർഡ്സൂയു നറൂട്ടോയുടെ അടുത്തെത്തി വില്ലേജിൽ നടന്ന കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അതായത് നമ്മുടെ ഇറ്റാച്ചി വന്ന് ഇറ്റാച്ചി പെയിന്റെ കൂടെ ഫൈറ്റ് ചെയ്തത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. ഈ സമയം ഇറ്റാച്ചി ആണെങ്കിൽ ടയേർഡായിട്ട് ഒരു സ്ഥലത്ത് മാറി നിൽക്കുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞ സീരീസിൽ ഉണ്ടായതുപോലെ നറൂട്ടോ ഓരോ പെയിനിനായിട്ട് ഡിഫീറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. പിന്നെ അവസാനമുള്ള ആ ഒരു യാഹിക്കോ പെയിനില്ലേ, പുള്ളിക്കാരന്റെ ആ ഒരു ചാക്ര റോഡ് വെച്ച് നറൂട്ടോയെ സ്റ്റോപ്പ് ചെയ്ത് നിൽക്കുന്ന ആ ഒരു ടൈം ഹിനാട്ട നറൂട്ടോയെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി വരുന്നു. അങ്ങനെ നമ്മുടെ ഹിനാട്ടയും പെയിൻ അടിച്ചിട്ടു. അങ്ങനെ അവസാനം ഹിനാട്ടയെ കൊല്ലാൻ വേണ്ടി നിൽക്കുന്ന ആ ഒരു ടൈം പെട്ടെന്ന് തന്നെ പെയിനിന്റെ നേരെ ഒരു സോഡ് വരുന്നു. ഇത് ആരാണെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ ഇറ്റാച്ചി ഉച്ചിഹ വന്ന ഉടൻ തന്നെ ആ ഒരു നറൂട്ടോയുടെ മേൽ തറച്ചിട്ടുള്ള ആ ഒരു റോഡ്സ് ഒക്കെ പൊട്ടിച്ച് കളയുന്നു. ഹൊക്കാഗെയാകേണ്ട ആൾ നിലത്ത് കിടക്കുകയാണോ, എഴുന്നേറ്റ് ഫൈറ്റ് ചെയ്യ് നറൂട്ടോ എന്ന് ഇറ്റാച്ചി പറയുന്നു. ഞാൻ ഹിനാട്ടയെ മെഡിക്കൽ ടീമിന്റെ അടുത്ത് എത്തിക്കാമെന്ന് പറഞ്ഞ് ഇറ്റാച്ചി ഹിനാട്ടയും എടുത്ത് അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ നറൂട്ടോയും ഇവിടെ എഴുന്നേറ്റ് നിന്ന് സഹായത്തിന് നന്ദി എന്ന് പറഞ്ഞ് പെയിൻ വാസസ് നറൂട്ടോ എന്ന ഫൈറ്റ് പിന്നെയും കണ്ടിന്യൂ ആകുന്നു. അങ്ങനെ ഫൈറ്റിന്റെ ഒരു ഘട്ടത്തിലെത്തിയപ്പോൾ ഇങ്ങനെ പോയാൽ ശരിയാകില്ല എന്ന് മനസ്സിലാക്കി നമ്മുടെ പെയിൻ ആണെങ്കിൽ പ്ലാനറ്ററി ഡിവൈസേഷൻ ടെക്നിക്ക് യൂസ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. അപ്പോൾ തന്നെ നമ്മുടെ നറൂട്ടോ ഇനി എന്ത് ചെയ്യുമെന്ന് വിചാരിച്ച് നിൽക്കുമ്പോൾ തന്നെ സഡൻ ആയി ഇറ്റാച്ചി അവിടെ വരുന്നു. നറൂട്ടോ ഇറ്റാച്ചിയെ കണ്ട് ഇതൊരു പവർഫുൾ ആയിട്ടുള്ള ഒരു ജുറ്റ്സു ആണ്, ഞാനിത് റെസിംഗൻ വെച്ച് ഡിസ്ട്രോയ് ചെയ്യാമെന്ന് പറയുന്നു. എന്നാൽ ഇത് കേട്ട് ഇറ്റാച്ചി പറയും, വേണ്ട, ഇപ്പോൾ എന്റെ കയ്യിലും അത്രയധികം ചാക്രയില്ല, നീയും ഇപ്പോൾ ഈ ഒരു പവർഫുൾ ആയ ടെക്നിക്ക് യൂസ് ചെയ്ത് നിന്റെ ചാക്ര കളയരുത്, നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് നിന്ന് ഇത് തടയാമെന്ന് പറഞ്ഞ് ആ ഒരു പെയിനിന്റെ ചിബാക്കു ടെൻസ് ബ്രേക്ക് ചെയ്യുന്നു. അങ്ങനെ ലാസ്റ്റ് നറൂട്ടോ പെയിനിനെ ഡിഫീറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ സീരീസിലുള്ളതുപോലെ തന്നെ നമ്മുടെ നറൂട്ടോ ഇതല്ല യഥാർത്ഥ പെയിൻ എന്ന് മനസ്സിലാക്കി ആ ഒരു പെയിനിന്റെ അടുത്തേക്ക് പോകാൻ വേണ്ടി നിൽക്കുന്നു. അങ്ങനെ ഈ സമയമാണ് പെട്ടെന്ന് ഇവിടെ സാസ്കെ വരുന്നത്. അങ്ങനെ സാസ്കയും ഇറ്റാച്ചിയും ഒരുമിച്ച് നിൽക്കുന്നത് കണ്ട് നറൂട്ടോക്ക് പിന്നെയും കൺഫ്യൂഷൻ ആകും. കാരണം സാസ്കയ്ക്ക് ഇറ്റാച്ചി എന്ന് പറയുന്നത് തന്നെ അത്രയധികം ദേഷ്യമാണ്. പിന്നെ എങ്ങനെ രണ്ടാളും ഒരുമിച്ച് നിൽക്കുന്നു? അപ്പോൾ തന്നെ നമ്മുടെ സാസ്കെ നറൂട്ടോക്ക് ഷോർട്ട് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. നറൂട്ടോക്കും ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാവുകയും ചെയ്യുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് നറൂട്ടോ നാഗട്ടോയുടെ അടുത്തേക്ക് പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ സാസ്കെ ആണെങ്കിൽ ഞാനും വരാമെന്ന് പറയുന്നു. എന്നാൽ ഇവിടെ നറൂട്ടോ പറയുന്നത് ഞാൻ അവന്റെ കൂടെ ഫൈറ്റ് ചെയ്യാനല്ല പോകുന്നത്, സംസാരിക്കാനാണ് എന്നും പറയുന്നു. അപ്പോൾ തന്നെ ഇറ്റാച്ചി പെട്ടെന്ന് ഇവരുടെ നടുക്ക് നിന്ന് ഞാൻ നറൂട്ടോയെ വിശ്വസിക്കുന്നു, അവൻ ഒറ്റയ്ക്ക് പോയിട്ട് നാഗട്ടയോട് സംസാരിച്ചോട്ടെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പിന്നീട് സീരീസിൽ ഉള്ളതുപോലെ തന്നെ നാഗട്ടോ ഉള്ള ആ ഒരു സ്ഥലം മനസ്സിലാക്കി നറൂട്ടോ അവിടെ എത്തുകയും നാഗട്ടയെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് നാഗട്ടയും പഴയതുപോലെയായി പെയിൻ അറ്റാക്കിൽ മരിച്ചുപോയ എല്ലാവരെയും ജീവനോടെ കൊണ്ടുവരികയും ചെയ്യുന്നു. അതായത് നമ്മുടെ കക്കാഷി അടക്കം. അങ്ങനെ എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചു. പിന്നീട് ഹൊക്കാഗെ ഓഫീസാണ് കാണിക്കുന്നത്. ഇവിടെ ഹൊക്കാഗയുടെ മുന്നിലായി ഇറ്റാച്ചിയും സാസ്കയും ഉണ്ടാകും. അങ്ങനെ ഇറ്റാച്ചിയോട് ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ തന്നെ നമ്മുടെ സാസുകെ പറയും, അതായത് ഇറ്റാച്ചി എന്തിനാണ് ഈ ഒരു ഉച്ചിയ ക്ലാനെ ഇല്ലാതാക്കിയത്, പിന്നീട് അക്കാട്സുക്കി ഗ്രൂപ്പിൽ ചേർന്നത് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും. കാരണം വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ ഇറ്റാച്ചിയുടെ ബാക്ക് സ്റ്റോറി അറിയുകയുള്ളൂ. ഇതൊക്കെ നമ്മുടെ സാസ്കെ ആണെങ്കിൽ ലേഡി സുനാഡയോട് ദേഷ്യത്തിലാണ് സംസാരിക്കുന്നത്. അങ്ങനെ ആ ഒരു ഹൊക്കാഗെ ഓഫീസിലുള്ള എല്ലാവരും ഇറ്റാച്ചിയുടെ പാസ്റ്റ് മനസ്സിലാക്കുന്നു. അങ്ങനെ ഇത് കേട്ട് അവസാനം സുനാഡ എഴുന്നേറ്റ് നിന്നു, ഈ ഒരു സംഭവങ്ങളൊക്കെ ഞാൻ അറിയാൻ വൈകിപ്പോയി, വില്ലേജ് ഇത്രയും വലിയൊരു സംഭവം നിന്റെ മേൽ ചെയ്ത കാര്യം സുനാഡെ പറഞ്ഞ് ഇറ്റാച്ചിയോട് ക്ഷമ ചോദിക്കുകയും ചെയ്യും. കാരണം സുനാഡയ്ക്ക് മുന്നെയാണ് ഈ ഒരു സംഭവം നടന്നതെങ്കിലും സുനാഡയാണ് ഇപ്പോഴത്തെ ഹൊക്കാഗെ. അങ്ങനെ വില്ലനായ ഇറ്റാച്ചി പതിയെ പഴയതുപോലെ വില്ലേജിന്റെ ഹീറോ ആയി മാറുന്നു. പിന്നെ ബാക്കി എന്താണോ നടന്നത് അതുപോലെ തന്നെ ആ ഒരു ഇറ്റാച്ചി സാസ്കെ എന്ന ബോണ്ട് ഇപ്പോഴും തുടർന്നു പോകുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് ഇറ്റാച്ചി മരിച്ചില്ലെങ്കിൽ എന്തൊക്കെ സംഭവിക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ. സത്യം പറയാം, ഇത് ഞാൻ ഉണ്ടാക്കിയ സംഭവമൊന്നുമല്ല, ഒരു വാട്ടിഫ് പോലെ പല സ്റ്റോറീസും നമുക്ക് അവിടെ ഇവിടെ ആയിട്ട് കാണാൻ പറ്റും. അതിൽ നിന്നും ഞാൻ എടുത്തു പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി ഇതുപോലെ മിനാട്ടോ, ചിറായ തുടങ്ങിയ ആൾക്കാരുടെയൊക്കെ വീഡിയോസ് വരാനുണ്ട്. ഇനി ആരുടെ വേണമെന്ന് നിങ്ങൾ കമന്റ് ചെയ്യൂ. കൂടാതെ ഈ വീഡിയോ പറ്റിയുള്ള അഭിപ്രായവും നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യണം. അപ്പോൾ ഇതുപോലുള്ള മറ്റൊരു വീഡിയോയുമായി പിന്നെ വരാം.